നാടകം ഇന്നു ഞാൻ നാളെ നീ. അവതരണം തിരുവനന്തപുരം ബ്ലൈൻഡ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും: ഡാനിയൽ അനീഷ് ഉമ്മൻ, ഡാനിയലിൻ്റെ ഭാര്യ സുജിത ചാറോട്ടുകോണം, പപ്പ ജി വർഗീസ്, ഓഫീസ് സ്റ്റാഫ് തസ്നി, ഫാദർ ജെയിംസ് കുട്ടി, എഡിറ്റിംഗ് അനീഷ് ഉമ്മൻ, സാങ്കേതിക സഹായം ജെയിംസ് കുട്ടി, സംവിധാനം തസ്നി. നാടകം ഇന്നു ഞാൻ നാളെ നീ. ഹലോ. അതെ ഫാദർ. അച്ഛൻ ഇന്ന് എന്നെ പപ്പയും കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ ഫാദർ. കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങി. അച്ഛായ, നിങ്ങളിങ്ങനെ ടി വിയും കണ്ടിരുന്നാൽ മതിയോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാടി നീ പറയുന്നേ? പപ്പയും കൂട്ടി ഓൾഡേജ് ഹോമിൽ പോകണ്ടായോ? ഫാദർ ഇപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അതിന് പപ്പ റെഡിയായോ? എൻ്റെ കാര്യമാണോ സംസാരിക്കുന്നത്? ഞാൻ എപ്പോഴേ റെഡിയാ. അത് പപ്പ. എന്നാൽ നമുക്ക് ഇറങ്ങാൻ മോനെ. ചിഞ്ചുമോൾ വരുന്നതിന് മുമ്പേ പോകണം, അല്ലെങ്കിൽ പിന്നെ അവൾ പ്രശ്നം ഉണ്ടാക്കും. ഇതെന്താ പപ്പയുടെ കയ്യില്? ഇത് കൊച്ചു ത്രേസ്യയുടെ ഒരു ഫോട്ടോയാ. അത് മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാനുള്ളൂ. നമുക്കിറങ്ങാം പപ്പ. ശരി, എന്നാൽ ഇറങ്ങട്ടെ മോളെ. വരൂ പപ്പ, ഞാൻ വണ്ടി എടുക്കട്ടെ. പപ്പ, സ്ഥലമെത്തി, ഇറങ്ങിക്കോ. വരൂ. ഗുഡ് മോർണിംഗ് മാഡം. ഇരിക്കൂ. താങ്ക് യു. എൻ്റെ വൈഫ് ഫാദറിനെ വിളിച്ചിരുന്നു. ഇതാണ് എൻ്റെ പപ്പ. ന്യൂ അഡ്മിഷൻ ആണല്ലേ? അതെ. കുടിക്കാൻ ചായയോ കോഫിയോ? കോഫി ആയിക്കോട്ടെ. ഈ സ്ഥാപനം ഒരു ഫാദർ നടത്തുന്നതാണ്, ഫാദർ ഫെർണാണ്ടസ്. ഏകദേശം 32 വർഷത്തോളമായി. ഇതിൻ്റെ കീഴിൽ ഒരു ഓർഫനേജും കൂടിയുണ്ട്. ഇവിടെ ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ഭവന അന്തരീക്ഷമാണ്. എന്നാൽ നമുക്ക് ഫോം ഫില്ല് ചെയ്യാം. ഓക്കെ. പപ്പയുടെ പേര്? ഡേവിഡ് ജോഷുവ. വയസ്സ്? 70. റൂം എ സി ആണോ നോൺ എ സി ആണോ? വേണ്ട വേണ്ട, എ സി ഒന്നും വേണ്ട. എ സി നോൺ എ സി മന്ത്ലി ചാർജസ് എങ്ങനെയാണ്? എ സി ആണെങ്കിൽ 25,000, നോൺ എ സി ആണെങ്കിൽ 20,000. ഇനി അങ്ങോട്ട് ചൂട് കാലമല്ലേ, എ സി ആയിക്കോട്ടെ. ഓക്കെ. റൂമിൽ ടി വിയും ഫോണുമൊക്കെ? ഓ, എന്തിനാ ഫോണൊക്കെ? ടി വി ഇരിക്കട്ടെ, ഒറ്റയ്ക്കല്ലേ, സമയം പോകണ്ടേ, അല്ലെങ്കിൽ ബോറടിക്കും. പപ്പ വെജോ നോണോ? നോൺ വെജാണ്. സർ, ഇതിലൊരു സിഗ്നേച്ചർ കൂടി വേണം. ആയിക്കോട്ടെ. ടോട്ടൽ ചാർജസ് എത്ര വരും മാഡം? ടോട്ടൽ എമൗണ്ട് 27,000 ആണ് മന്ത്ലി. പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ടാണോ? ഇല്ല, ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. മാഡം മൊബൈൽ നമ്പർ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓഫീസിലെ മൊബൈൽ നമ്പർ തരാം. 9497 ഓക്കെ 18189. ഓക്കെ. ഇപ്പോൾ തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഓക്കെ സർ, താങ്ക് യു. പപ്പ, കാറിൽ നിന്ന് ഞാൻ ലഗേജൊക്കെ എടുത്തോട്ടെ. ജസ്റ്റ് എ മിനിറ്റ്.
ഇവിടെ ചേർത്തിട്ടുണ്ട്. പപ്പ ഇനി ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ വരുമോ? അറിയില്ല, ഒന്നും പറഞ്ഞില്ല. പപ്പയ്ക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ? ഇനി ഇങ്ങോട്ട് വരുത്തുക ബുദ്ധിമുട്ടാവില്ലേ? ഫാദർ വരുന്നത് നീ ഫോൺ വയ്ക്ക്. ഡോക്ടർ നമ്പരോടെ വാങ്ങിക്കോളൂ കേട്ടോ. എന്തേലും ഫോൺ ആവശ്യം വെക്കടി. വിളിക്കാമല്ലോ. ഡേവിഡ് സാർ ഇവിടെ? അപ്പോൾ ഇന്നിവിടെ വരുമെന്ന് പറഞ്ഞിരുന്നത് ഡേവിഡ് സാറാണ്? അതെ, എല്ലാം വിധിയാ. ഇത് മകനാണല്ലേ? അതെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോൻ്റെ പേരെന്താ? ഡാനിയൽ ഡി ജോഷുവ. മോൻ എവിടെ വർക്ക് ചെയ്യുന്നു? ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നടത്തുകയാണ്. ഈ പ്രോഗ്രാമൊക്കെ എടുത്ത് നടത്തുന്ന. ഗോഡ് ബ്ലെസ് യു. സാർ, എന്നാൽ നമുക്ക് റൂം കാണാൻ പോയാലോ? എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ? ശരി പപ്പ, ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം. ഫാദർ എൻ്റെ പപ്പയെ നേരത്തെ അറിയൂ? കുറേ നേരമായി സംസാരിച്ച് നിൽക്കുന്ന കണ്ടു. അറിയും. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഓർഫണേജിൽ നിന്നും അദ്ദേഹം ഒരു അനാഥ കുഞ്ഞിനെ ദത്തെടുത്തിരുന്നു. ഇത് മകൻ അറിയരുതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഓ മൈ ഗോഡ്. പക്ഷേ എൻ്റെ മനസാക്ഷി അതിന് അനുവദിക്കുന്നില്ല. നീ വിഷമിക്കേണ്ട. അപ്പോൾ നിന്റെ പപ്പയെ ഞങ്ങൾ നന്നായി നോക്കി. മോൻ അപ്പോൾ സന്തോഷമായി പൊക്കോളൂ. അപ്പോൾ ഞാൻ, ഓ മൈ ഗോഡ്, ഞാൻ എന്താണ് ഈ ചെയ്തത്? എൻ്റെ പപ്പ. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജീവിതം വെട്ടിപ്പിടിക്കുവാനുള്ള ആവേശത്തിൽ നാം നമ്മുടെ മാതാപിതാക്കളെ മറക്കുന്നു. ചരിത്രമുറങ്ങുന്നത് അവരുടെ മനസ്സിലാണ്. ആ പരിചയസമ്പത്ത് കൈമുതലാക്കാം, അവഗണിക്കാതെ ഒപ്പം കൂട്ടാം. മാനുഷിക മൂല്യങ്ങളെ വരും തലമുറയ്ക്കും പകർന്നു നൽകാം. ഇല്ലെങ്കിൽ ഇന്നു ഞാൻ, നാളെ നീ, നാളെ നീ.